ഹലോ, വെൽക്കം ബാക്ക് ടു റോഷ്നീസ് വ്ലോഗ്സ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞായറാഴ്ച വൈകുന്നേരമാണ് ഞങ്ങളൊന്ന് ചെറുതായിട്ട് നടക്കാൻ ഇറങ്ങിയത്. അപ്പോൾ ചായ ഇടാൻ വേണ്ടി തുടങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് നമുക്ക് പുറത്ത് പോയി ചായ കുടിക്കാമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടെർമിനലിലേക്കാണ് പോകുന്നത്. ശരിക്കും തൃപ്പൂണിത്തറ ഒന്ന് നടക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. എന്നിട്ട് വൈമി എന്ന് പറയുന്ന ഒരു ഫാം, എന്താ പറയുക, ഒരു ഫാമുണ്ട്. അവിടെ നിന്നുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള പാലും നെയ്യും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന എല്ലാ ഐറ്റംസും, അതായത് പാലുൽപ്പന്നങ്ങളും ഒക്കെ കിട്ടുന്ന ഒരു കടയാണ്. അപ്പോൾ മാടിച്ചാച്ച പറഞ്ഞു നമുക്ക് അവിടെ കയറി ചായ കുടിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ കയറി ചായ കുടിച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ പൂർണ്ണത്രേശിൻ്റെ അമ്പലത്തിലെ ഉത്സവം നടക്കുമല്ലേ, അപ്പോൾ ആനയൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ആനയൊക്കെ ഒന്ന് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ആ ഏരിയയിലേക്ക് പോയി കേട്ടോ. ഇത് ശരിക്കും ഒരു കായലായിരുന്നേ. ആ കായലിൽ ഇഷ്ടം പോലെ വെള്ളവും നല്ല ഭംഗിയായിട്ട് കിടന്നത്. ഇപ്പം മുഴുവൻ പോള കയറി നിൽക്കുകയായിരുന്നു. ഇടയ്ക്ക് ഞങ്ങളവിടെ പോയി ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് കുറേ സമയം അവിടെ നിൽക്കാറുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ നടന്ന് നമ്മൾ പോയത് പൂർണ്ണത്രേശ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ അതിലൊന്നും അകത്തേക്കൊന്നും കയറിയിട്ടൊന്നുമില്ല. പക്ഷേ കുറച്ച് സമയം അവിടെയൊക്കെ നിന്നു, കടകളൊക്കെ കണ്ടു, ലൈറ്റൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു റൂട്ട് പിടിച്ച് ഇതിന് അകത്തേക്ക് കയറി കേട്ടോ. ആനയൊക്കെ കാണാൻ വേണ്ടിയാണ് നമ്മളവിടെ കയറിയത്. വളരെ ഭംഗിയുള്ള നല്ല രസമാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ 10 വർഷമായി തൃപ്പൂണിത്തറയിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് ഫസ്റ്റ് ടൈം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിനെ നോക്കിയപ്പോൾ നമ്മുടെ ഈരാറ്റുപേട്ട അയ്യപ്പൻ ഇതാ കടന്നു വരുന്നു. നമ്മുടെ നാടുമായിട്ടൊരു അടുപ്പമുള്ളത് കൊണ്ടും ആനയോടൊരു ഇഷ്ടം തോന്നി തുടങ്ങിയത് കൊണ്ടും ഞാൻ ഇതിൻ്റെ അടുത്ത് കുറേ നേരം നിന്ന് കേട്ടോ. ശരിക്കും ഒരു സമയത്ത് എനിക്ക് ആനനെ ഭയങ്കര പേടിയായിരുന്നു. ആനയെ കാണുമ്പോൾ ഞാൻ ഓടുമായിരുന്നു. അങ്ങനെ ഒരു ആളാണ് ഇപ്പോൾ ആനയെ കാണാൻ വേണ്ടി തന്നെ പോകുന്നത്. എന്തൊരവസ്ഥയല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അവിടുത്തെ കുറച്ച് നേരത്തെ ചെണ്ടമേളവും ഒക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് പിന്നെ നമുക്കറിയാമല്ലോ ഇഷ്ടം പോലെ കടകളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം നമ്മളതൊക്കെ ഇങ്ങനെ വീക്ഷിച്ചു. നല്ല തിരക്കാണ് കേട്ടോ. ഈ ആൾക്കൂട്ടത്തിൽ ഇങ്ങനെ ആരും അറിയാതെ തിരിച്ചറിയാതെ നടക്കുക എന്നൊക്കെ പറയല്ലേ, എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു അവസ്ഥ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ ഫാസിയോടെ ഒരു എന്താ പറയുക മാളുണ്ട്. മാളല്ല, ഒരു ഷോപ്പിംഗ് സെൻറ്റർ, കല്യാൺ സിൽസിൻ്റെ ഫാസിയോ ഷോപ്പിംഗ് സെൻറ്ററാണ്. അപ്പം അത് നമ്മുടെ സുദിയോയും മാക്സും ഒക്കെ പോലെ തന്നെ. അപ്പം ഞങ്ങൾ ജിയാക്കുട്ടിക്ക് 2-3 ബനിയനൊക്കെ വാങ്ങിക്കാം എന്ന് വിചാരിച്ച് ഞങ്ങളവിടെ കയറി ജിയാക്കുട്ടിക്ക് വേണ്ടതൊക്കെ നമ്മൾ സെലക്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതൊക്കെ മേടിച്ചു, ബില്ലുമൊക്കെ പേ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങളവിടെ നിന്ന് തിരിച്ചിറങ്ങിപ്പോയി കേട്ടോ. അപ്പോൾ ഇറങ്ങിപ്പോയിട്ട് നേരെ പോയത് എങ്ങോട്ടാണെന്നറിയോ, നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണേ. പോയപ്പോഴേക്ക് ഡൊമിനോസ് പിസ്സ കണ്ടു. എന്നാൽ പിന്നെ ഒന്ന് കയറിയാലോ. അപ്പോൾ പിന്നെ ഒരു ചാൻസ് കിട്ടിയതെന്ന രീതിയിൽ ഞാനും ജിയാക്കുട്ടിയും കൂടി ചാടി കയറി കേട്ടോ. എന്നിട്ട് എന്താ കഴിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല കേട്ടോ, എന്തോ ഒരു സംഭവം. പിന്നെ പിസ്സ കഴിച്ചത് ചീസ് കോണിൻ്റെ പിസ്സയായിരുന്നു കഴിച്ചത്. അത് ജിയാക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതായതുകൊണ്ട് നമ്മളതങ്ങ് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് ഫോട്ടോസൊക്കെ ഒന്ന് ആഡ് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ, സീ യു.